എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നാടൻ സ്റ്റൈലിലുള്ള കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്. പുറമെ ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെയോ അല്ലെങ്കിൽ സ്റ്റാർട്ടറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാവുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1 കിലോ എല്ലോട് കൂടിയ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് മുറിച്ചിരിക്കുന്നത്. ചെറിയ പീസസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം വലിയ പീസ് ആയതുകൊണ്ട് തന്നെ മസാലയൊക്കെ ഉള്ളിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇവിടെ ആയിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പം ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു മസാല പുരട്ടിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല മസാലയ്ക്ക്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സ്പൈസി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി. പെരുംജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ചിക്കനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മുട്ടയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ. അന്ന് ക്രിസ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ട് ഈ ചിക്കനിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് മിനിമം 2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് ശേഷം വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ചിക്കനിലേക്കൊന്ന് നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമുക്ക് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതും വെളിച്ചെണ്ണയിൽ തന്നെയാണ്. ഇനി ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അതിനുശേഷം തീ കുറച്ചിട്ടിട്ട് നമുക്ക് ബാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് വലിയ പീസ് ആയതുകൊണ്ട് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് വെന്തുന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളറ് ആക്കി എടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും ഒന്ന് ബ്രൗൺ ആക്കി എടുത്താൽ മതി. ഇനി ചെറിയ പീസാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. അപ്പം ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് 1 കിലോ ചിക്കനും ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചിക്കൻ ഫ്രൈയുടെ മേലെ ഇങ്ങനെ കുറച്ച് പപ്പടമൊക്കെ വിതറി സെർവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനും വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി കുറച്ച് പപ്പടം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈനൽ റിസൾട്ട് നല്ലതായിരുന്നു കേട്ടോ. ആ ചിക്കൻ ഫ്രൈയും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാനൊരു രസം ഉണ്ടായിരുന്നു. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഈ എണ്ണയൊന്ന് അരിച്ചെടുക്കുകയാണ്. ആ ചിക്കൻ്റെ മസാലയുടെ തരികളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ആ പാൻ ഒന്ന് കഴുകി വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ അരിച്ച് മാറ്റി വെച്ച എണ്ണയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കീറിയെടുത്തത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാശ്മീരി മുളക് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ വറ്റൽ മുളക് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ
വല്ലാതെ സ്പൈസി ആയി പോകും. അപ്പോൾ കാശ്മീരി മുളക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതൊരു മീഡിയം സ്പൈസി ലെവലിലുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇപ്പോൾ അതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് ആ വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇതിലേക്ക് നല്ലപോലെ കോട്ടാവുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാനൊരു തവി ഉപയോഗിച്ചിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 മിനിറ്റൊക്കെ തീയിൽ വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചിക്കനും നല്ല വറുത്ത ആ ഒരു കറിവേപ്പിലയും പപ്പടവും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഒരുപാട് മസാലകളൊന്നും ഇതിലേക്ക് ചേർത്തിട്ടുമില്ല. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുമാണ്. വളരെ ഈസിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാ മെസ്സേജൊക്കെ ആയിട്ടോ എന്നെ അറിയിക്കാം. നമ്മുടെ ഇൻസ്റ്റാ ഐഡിയും ഫേസ്ബുക്ക് പേജ് ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ റെസിപ്പിയുടെ ആണെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.